ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് പഴവും പാലും ഉണ്ടെങ്കിൽ നല്ലൊരു പുഡിങ് റെഡിയാക്കാം. ചൈന ഗ്രാസ്, ജലറ്റിനോ, കസ്റ്റേർഡോ ഒന്നും വേണ്ട. പാല് പഴവും എല്ലാവരും വീട്ടിൽ കാണുമല്ലോ. അപ്പോൾ എങ്ങനെയാണെന്ന് ഉണ്ടാക്കിയതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ആദ്യമായിട്ട് ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോ എന്താണെന്ന് കണ്ടു നോക്കാം. ആവശ്യമുള്ളത് ഒരു കോഴിമുട്ടയാണ്. അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഒരു പഴമാണ്. ഏത് പഴം വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നേന്ത്രം പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ റോബസ്റ്റ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. നമുക്ക് കട്ടാക്കിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഒരു സ്പൂൺ മാത്രം മതി, ഒരു ടേബിൾ സ്പൂൺ കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് അരച്ച് വരാം. നമുക്കൊരു സോസ് പാൻ എടുക്കാം. ഈ അരച്ചതിനെ നമുക്കിതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നമുക്കിതിലോട്ട് ഒരു കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കണം. നല്ല രീതിയിൽ മിക്സാക്കിയതിന് ശേഷം മാത്രമാണ് സ്റ്റൗവിൽ വെക്കുന്നത്. ഇപ്പോൾ വെച്ചിട്ടില്ല. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ മാത്രം കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇത്രയും മതി. കട്ടയില്ലാതെ കലക്കിയെടുക്കണേ. ഇനി നമുക്ക് ഇതിനൊന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കണം. നല്ല രീതിയിൽ ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ ഇങ്ങനെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. കട്ടിയാവുമ്പോൾ തിള വരുമ്പോൾ നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. അതുവരെ ഇങ്ങനെ തന്നെ ഇളക്കി കൊണ്ടേയിരിക്കണം. അപ്പോഴേക്കും ഇതിലത്തെ മുട്ടയും പിന്നെ കോൺഫ്ലോറൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ പച്ചക്കുത്തൊക്കെ പോയി കിട്ടും. പിന്നെ എസൻസ് ഒന്നും ചേർക്കുന്നില്ല. ജലറ്റിനോ ചൈന ഗ്രാസോ അല്ലാതെ കസ്റ്റേർഡോ ഒന്നും ചേർക്കുന്നില്ല. നല്ലൊരു പുഡിങ്ങാണ്. ഈസി ആയിട്ട് തയ്യാറാക്കാം. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് തിളക്കുന്നത് വരെ ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ. തിളച്ചതിന് ശേഷം കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടല്ലോ, ബബിൾസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി മറ്റൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് 2 സ്പൂൺ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതൊന്ന് കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നമുക്കിതൊന്നും അനക്കണ്ട. കുറച്ച് ഒന്ന് ഉരുകി തുടങ്ങുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ പഞ്ചസാര ഉരുകി തുടങ്ങുന്നുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കുക. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഉരുക്കിയെടുക്കാനായിട്ട്. ഉരുകുമ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കണം. ഇതിലോട്ട് 2 സ്പൂൺ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ, തെറിക്കാൻ സാധ്യതയുണ്ട്. കുറച്ച് ദൂരം നിന്നിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒഴിച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ പറ്റി പിടിച്ചിട്ടുണ്ട്. അതിങ്ങനെ ആക്കുമ്പോൾ തന്നെ അത് അലിഞ്ഞ് ചേരും ഇതിലോട്ട് ഒരു പഴം കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. നല്ല പഴുത്ത പഴം കിട്ടിയാൽ അത്രയും നല്ലതാണ്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇതിലോട്ട് മിക്സാക്കിയിട്ട് ഒന്ന് ഉടച്ചെടുക്കണം. ഈ കാരമൽ ഈ പഴം നല്ലവണ്ണം ഒന്ന് പിടിച്ച് കിട്ടണം. ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ച് കൊടുക്കാം. ഇതിലത്തെ കാരമൽ വറ്റി വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. അതുവരെ ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. സോഫ്റ്റായിട്ട് കിട്ടും പഴയപ്പോഴത്തേക്കും. കാരമലൊക്കെ ഇതിൽ പിടിച്ചിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. കുറച്ച് തണുക്കാൻ അനുവദിക്കാം. പിന്നെ ചൂടൊക്കെ ഒന്ന് പോയി കിട്ടണം. എന്നിട്ട് നമുക്കിതിനൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും കൂട്ടരുത്, അങ്ങനെ തന്നെ അരച്ചെടുക്കണം. പിന്നെ തൊലി കറുത്ത് പോയ പഴമൊക്കെ വെറുതെ കളയാതെ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അങ്ങനെ ഞാനിത് ചൂടാറിയതിനു ശേഷം അരച്ചിട്ട് കാണിക്കാം. ഞാനിത് പേസ്റ്റ് രൂപേണ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബനാനയുടെ കൂട്ടുണ്ടല്ലോ, ഒന്നും കൂടി സ്പൂൺ വെച്ചിട്ട് മിക്സാക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിനൊന്ന് സെർവ് ചെയ്യുന്ന ബൗളിലോട്ട് മാറ്റാം. ഞാനിപ്പോൾ ഇതുപോലത്തെ പാത്രത്തിലാണ് സെർവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് പാത്രത്തിലാണോ തയ്യാറാക്കുന്നത് ആ പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നല്ല ഈസിയും ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പുഡിങ്ങാണ്. തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ പാലും പഴവും ഉണ്ടെങ്കിലൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് വിരുന്നിൻ്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ജസ്റ്റ് വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്ത് തീർച്ചയായും അവർ ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിരിക്കും. പിന്നെ എല്ലാ പാലും പഴവും എല്ലാവരും വീട്ടിലും കാണുന്നതാണല്ലോ. ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ടാപ്പ് ചെയ്തതിന് ശേഷം അരച്ച് വെച്ചിട്ടുള്ള ബനാനൻ്റെ ഇതുണ്ടല്ലോ, അത് ഇതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം.
എല്ലായിടത്തും ഒരുപോലെ ആയിട്ട് ഇട്ട് കൊടുക്കുക. രണ്ടിലും 2 കപ്പിലും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. നമുക്കൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് വെക്കാം. അതിനുശേഷം കാണിച്ചു തരാം. നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ തണുത്തതിന് ശേഷം കാണിച്ചു തരാവേ. ഇതാ നമ്മുടെ പുഡിംഗ് നല്ല തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കോരി നോക്കാം. അതെല്ലാം കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ? അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കരുത്.